എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. വളരെ മനോഹരമായിരിക്കുന്ന ശ്രീ ദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രം എന്ന് പറയുന്ന ശ്രീ ശങ്കര ഭഗവത് പാദർ വിരചിതമായിരിക്കുന്ന ഒരു ചെറിയ ശ്ലോകം, അതായത് 12 സ്റ്റാൻസകളുള്ള ഒരു ശ്ലോകം. അതാണ് നമ്മളിപ്പോ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അത് എന്താണ് അപരാധങ്ങൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ജീവൻ എന്തുകൊണ്ടാണ് പുനർജന്മത്തിന് വിധേയമായിട്ട് ഈ ലോകത്തേക്ക് വീണ്ടും വീണ്ടും വരുന്നത്, അപരാധങ്ങൾ എന്ന് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലും ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കലും രണ്ടും അപരാധങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ജഗന്മാതാവായിരിക്കുന്ന ദേവിയോട് തുറന്ന് നമ്മുടെ കുറ്റങ്ങൾ ഒരു കുറ്റസമ്മതം നടത്തിയാൽ, എവിടെയും നമുക്ക് കുറ്റസമ്മതം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം, അല്ലെ? കുറ്റം ചെയ്തിട്ട് അത് ചെയ്തില്ല എന്ന് പറയുകയും വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പാപകർമ്മങ്ങളായിട്ട് തീരുന്നത്. അപ്പൊ പാപങ്ങള് പുണ്യങ്ങള് ഇത് രണ്ടുമാണ് ജന്മത്തിന് കാരണമാകുന്നത്. നമുക്കെല്ലാം അറിയാം. അനേക ജന്മാർജിത പാപമാണ് നമുക്ക് ദുഃഖങ്ങളായിട്ടും ക്ലേശങ്ങളായിട്ടും തടസ്സങ്ങളായിട്ടും ഒക്കെ ഈ ഭൂമിയിൽ വന്നു ചേരുന്നത്. അപ്പൊ നമ്മള് ദേവിയോട്, ജഗദംബയായിരിക്കുന്ന ദേവിയോട് അപരാധം പറയുന്നത് കൊണ്ട് ഓരോ വ്യക്തികളോട് നമ്മള് കർമ്മങ്ങളെന്ന് പറയുമ്പോൾ അത് പ്രകൃതിയോടാവാം, പ്രകൃതിയിലിരിക്കുന്ന മറ്റു വസ്തുക്കളോടാവാം, ജന്തുക്കളോടാവാം, മനുഷ്യരോടാകാം, അല്ലെ? അപ്പൊ എല്ലാത്തിനും നമുക്ക് ഓരോന്നും ഓർത്തെടുത്ത് പാപത്തിന്റെ ഓരോരുത്തരോടും പോയി ക്ഷമ പറയാൻ പറ്റിയെന്നിരിക്കില്ല. കാരണം അതിന് നമ്മുടെ സമയത്തിന്റെ പരിമിതി, വ്യക്തികളെ കണ്ടാൽ തന്നെ പറയാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള അവർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് മൃഗങ്ങളോട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് അപരാധങ്ങൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ, നമ്മളത് തെറ്റല്ല, നമുക്ക് അറിയില്ലാത്തത് കൊണ്ട് അതൊന്നും തെറ്റല്ല എന്ന് വിചാരിക്കണം. ഹിംസ എല്ലാം പാപമാണ്, അല്ലെ? അപ്പൊ അഹിംസാ തത്വം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹിംസിക്കുന്നതെല്ലാം പാപമാണ്. ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ അത് തെറ്റല്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് നമുക്ക് ഏതാണ് ശരി ഒന്നും നമുക്കറിയില്ല. അപ്പൊ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ്, ചിലപ്പോൾ നമ്മള് അതിലൊരു പാകപ്പഴയും ഇല്ലാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അത് ഒരു ഈശ്വര ശക്തിയാണ്, ഒരു നിയാമക ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ജഗദംബികയായിരിക്കുന്ന എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന, എല്ലാവരെയും ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവന്ന ജഗത് പ്രസൂതിയായിരിക്കുന്ന ജഗന്മാതാവായിരിക്കുന്ന സാക്ഷാൽ ജഗദംബിയോട് അപരാധം പറയുന്നത് കൊണ്ട് തീർച്ചയായും നമുക്ക് ഒരുപാട് ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഈഗോ പോകുന്ന മാത്രമല്ല, നമ്മൾ പലരോടും പോയി പറയേണ്ട, നമുക്കതുകൊണ്ട് വ്യക്തിഗതമായിട്ടുള്ള പരിമിതികളും ആ ഒരു മോശം കാര്യങ്ങളൊന്നുമായിട്ട് നമ്മൾ വിചാരിക്കേണ്ട. അമ്മയോട് പറയാമല്ലോ. അപ്പൊ അമ്മ ക്ഷമിച്ചു കഴിഞ്ഞാല് ഈ പ്രപഞ്ചം മൊത്തം, പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെ, നമുക്ക് പഞ്ചഭൂത ശുദ്ധി വരണമെങ്കിൽ പഞ്ചഭൂതങ്ങളോട് ചെയ്തതിന് മാപ്പ് പറയണം, ഇല്ലേ? അങ്ങനെ ഓരോന്നിനോടും അവനവന്റെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അതിന് അപരാധ ക്ഷമാപണം ചെയ്യാതെ ആ പാപം നമ്മുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. അതേസമയം അത് ചെയ്താല് ജഗദംബികയായിരിക്കണം ദേവിയുടെ പാദത്തിലാണ് അത് ചെന്ന് ചേരുന്നത്. അമ്മ അതിന് ഉചിതമായിട്ട് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയായിട്ടാണോ പറയുന്നത്, അല്ലെ? ഓരോരുത്തരും ആ ആത്മാർത്ഥത എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളില് മനസ്സുരുകി വിഷമിച്ച്, ഇവിടെ അങ്ങനെയാണ് നമ്മൾ ശങ്കരാചാര്യ ഭഗവത് പാദർ പറയുന്ന കേൾക്കുന്നത്, അല്ലെ? എന്റെ ഭാഗത്തെ ആരെയും കുറ്റപ്പെടുത്താതെ, തന്റെ പാപങ്ങൾക്കും ക്ലേശങ്ങൾക്കും താൻ മാത്രമാണ് കാരണം, ഇതിനകത്ത് വേറെ ആർക്കും പങ്കില്ല. ഞാൻ അത്രയും മോശപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, ധനമില്ലായ്മ കൊണ്ട് ഓരോന്നും എണ്ണി എണ്ണി പറയണം. നമ്മളും ഇതുപോലെ തന്നെയാ പറയേണ്ടത്. കാരണം നാളെ ഈ ശരീരം ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അപരാധത്തിന് ക്ഷമ പറയാൻ പറ്റുള്ളൂ. ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ അപരാധമായിട്ട് അവശേഷിക്കുകയും അതിൻ്റെ ഉള്ള പാപകർമ്മങ്ങളുടെ ഫലം വീണ്ടും ഭൂമിയിൽ വന്ന് ഏത് ജന്മം എടുത്താലും അതിൻ്റെത് അനുഭവിച്ച് തീരുകയും വേണം. അപ്പൊ ഇതുകൊണ്ട് ഏറ്റവും ഉചിതം എന്തുകൊണ്ടാണ് ഈ ക്ഷമാപണം എല്ലാ ഈശ്വരന്മാർക്കും വച്ചിരിക്കാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഈശ്വരാരാധന എന്ന് പറഞ്ഞാൽ മാത്രമേ കുറവില്ലാത്ത പോസിറ്റീവായിട്ടുള്ള, അതിലൊന്നും 100% നെഗറ്റീവ് ഇല്ലാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ ഈശ്വരാരാധന. അപ്പൊ അതില് ദ്രവ്യത്തിനോ അത് ചെയ്യുന്ന ക്രിയകൾക്കോ അതിന് എന്താ പറയുക ഉദ്ദേശിക്കുന്ന സ്ഥലശുദ്ധിയോ ഒന്നുമില്ലെങ്കിൽ പോലും അതിലൊരു ക്ഷമാപണം ഈശ്വരനോട് പറഞ്ഞാൽ മതി, അത് പൂർണ്ണമാണ്, അല്ലേ? കാരണം അത് പൂർണ്ണമത പൂർണ്ണമിതമാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പൂജകളുടെ അവസാനം, അതേസമയം പ്രപഞ്ചത്തിൽ ചെയ്യുന്ന കാര്യങ്ങളില് എപ്പോഴും നെഗറ്റീവ്, നമുക്ക് പോലും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ചെയ്ത കർമ്മങ്ങള് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, എന്താണ് ഇതിന്റെ ഫലം. നമ്മൾ നല്ലതെന്ന് വിചാരിച്ചായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ഇതിന്റെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് അതിന്റെ കർമ്മഫലങ്ങള് വന്നു ചേരുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയെ പറഞ്ഞ പോലെ അതിഗഹനോ കർമ്മണോ ഗതിഹി, വളരെ ഗഹനമാണ് അർജുന
കർമ്മങ്ങളുടെ ഫലം എങ്ങനെയാണ് പ്രകൃതി നമുക്ക് തരുന്ന അറിയില്ല. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ജീവിതം, വളരെ ശ്രദ്ധയോടുകൂടി, അല്ലെ, തെറ്റുകുറ്റങ്ങൾ വരാതെ, ഇനി അഥവാ വന്നാൽ തന്നെ അതിന് നല്ല പോലെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്ന് പറയുന്ന ക്ഷമാപണം, ഏറ്റവും ശരീരം കൊണ്ടോ നമ്മൾ ധനം കൊണ്ടോ ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും ഏറ്റവും വലുത് മനസ്സറിഞ്ഞ് ആ ഒരു ജഗദംബികയോട് മാപ്പ് പറഞ്ഞ്, അമ്മ ക്ഷമിക്കണേ, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തമേ പരിഹാരം എന്ന് പറയാറുണ്ട്. അപ്പൊ അമ്മ ക്ഷമിച്ച്, അമ്മ ആ ജീവനെ, കാരണം ഒരാൾ ഉപാസനയെ കയറുമ്പോഴാണ് കൂടുതലും ഈ പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ കാര്യങ്ങൾ വരുന്നത്, അതുവരെ അറിയുന്നില്ല, അല്ലെ. പലരും ജ്യോതിഷികൾ പറയും അമ്പലങ്ങളിൽ പ്രായശ്ചിത്ത, നമ്മൾ അമ്പലങ്ങളിൽ പോയി ചെയ്യാൻ പറയുന്ന എല്ലാം പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. ഒരു കർമ്മം ചെയ്തു അതിന്റെ പരിഹാരമായിട്ട് വരുന്ന തെറ്റുകുറ്റങ്ങളുടെ പരിഹാരമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്. എല്ലാം തീർത്ഥയാത്രയാണെങ്കിലും അവിടെ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിലും പഠിത്തത്തിന് വേണ്ടി കുട്ടികൾക്ക് ചെയ്യുന്നതാണെങ്കിലും, പഠിത്തം എന്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല, അവിടെ എന്തോ ഒരു തടസ്സം വന്നു, അല്ലെ, തടസ്സം എന്തുകൊണ്ട് വന്നു, അപ്പൊ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാം വന്നിരിക്കുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാല് കർമ്മമില്ലാത്ത ഒരവസ്ഥയില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഉയർന്നതാണ് ഈ ക്ഷമാപണ സ്തോത്രം എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് വേറെ എല്ലാ ഈശ്വരന്മാർക്കും ക്ഷമാപണം ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് ഭഗവതിക്കുള്ള ക്ഷമാപണം ഇത്ര ഉയർന്ന? ഇത് ലളിതാ ത്രിപുര സുന്ദരിക്കുള്ളതാണ്. അമ്മയാണ് പ്രകൃതി രൂപിണിയായിട്ടിരിക്കുന്നത്, നമ്മുടെ ശരീരമായിട്ടിരിക്കുന്നത്, പ്രാണനായിട്ടിരിക്കുന്ന, ആത്മാവായിട്ടിരിക്കുന്നത്. ഇതെല്ലാം ആയിരിക്കുന്ന ഒരാൾക്ക് ഒറ്റ ഒരു ക്ഷമാപണം കൊണ്ട് തന്നെ പൂർണ്ണമായിരിക്കുന്ന നമ്മുടെ ക്ലേശങ്ങളിൽ നിന്ന്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളിൽ നിന്ന്, ഈ സൂക്ഷ്മ ശരീരത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സഞ്ചിത കർമ്മം എന്ന് പറയുന്ന വാസനാമയ ശരീരം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം നമ്മുടെ കൂടെ ഉണ്ട്. എപ്പോഴും ജീവൻ പോകുന്നു അതിന്റെ കൂടെ ഇതും സഞ്ചരിക്കുന്നു, നമ്മൾ ജീവയാത്രയിൽ കണ്ടു. അപ്പൊ ആ വാസനാമയ ശരീരത്തിൽ കൂടുതൽ ആഡ് ചെയ്യാതിരിക്കാനും, അല്ലെ, ഓരോ ദിവസത്തെ കർമ്മങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാനും, എല്ലാ ദിവസവും ഒരു സമർപ്പണത്തോടു കൂടി ആ ഈഗോയെ സമർപ്പിച്ചുകൊണ്ട് ഒരു മടി കൂടാതെ ആ അമ്മയുടെ മുമ്പിൽ തുറന്ന് പറയുന്നതോടുകൂടി ഒരു സാധകന്റെ അവന്റെ പന്ഥാവിലെ പാപങ്ങള്, അതായത് അവന്റെ തടസ്സമായിട്ട് വരുന്ന കർമ്മങ്ങള് ഇല്ലാതായിക്കൊണ്ടേയിരിക്കും. കാരണം ഇതിനി ഒരു അവസരം ശരീരം കിട്ടാതെ നമുക്ക് കിട്ടില്ല. ഇത് പഠിക്കാനും ഇത് അറിയാനും നമുക്ക് ഈശ്വരൻ ഒരു അവസരം തന്നിരിക്കുകയാണ്. കാരണം ആ അവസരം നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. അമ്മയെ ധ്യാനിക്കണം, അമ്മയോട് നമ്മൾ ക്ഷമാപണം പറയണം. അതിനാണ് ശങ്കരാചാര്യ സ്വാമികളെ പോലെ ഇത്രയും ഉയർന്ന ഒരു സാധകൻ, പാപങ്ങൾ ഒന്നും ചെയ്യാതെ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്ത ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ കർമ്മങ്ങള് ആണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ സ്തോത്രങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് രചിച്ചിരിക്കുന്നത്. ഗുരു പാതുക സ്തോത്രമാണെങ്കിലും ഗുരു ആരാണ്? ആ ഗുരു പാതുകങ്ങളെ നമ്മൾ പൂജിക്കുന്നതുകൊണ്ട് എന്താണ്? അതൊരു സാധാരണ ഒരു മെതിയടി അല്ല. എന്താണ് ആ ഒരു വൈരാഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്ന ഗുരുപാതകങ്ങള്? എന്തിന് നമ്മള് ആ വെറും 9 ശ്ലോകം തന്നെയാണ് ആ ഒരു ഏറ്റവും വലിയ മുത്തുക്കളായിരിക്കുന്ന ഗുരുവിന്റെ തത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഓരോ അദ്ദേഹത്തിന്റെ കൃതികളും വളരെ വളരെ ഗഹനങ്ങളാണ്. വെറുതെ ഒരു കൃതി എഴുതുന്ന ആളല്ല അദ്ദേഹം. നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ സംസ്കാരങ്ങൾ ക്ഷയിച്ച് നമുക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ആർജിക്കാതിരിക്കാനാണ് ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് എഴുതിയതാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഉപാസകരായിരിക്കുന്ന നമ്മള് എപ്പോഴും നമ്മുടെ ഇഷ്ടദേവത ദേവിയാണ്. ആ ദേവിയോട് എല്ലാം തുറന്ന് സമ്മതിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് ദിവസവും വായിച്ച് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി ദിവസവും ഓരോ ശ്ലോകം പഠിച്ചാലും മതി. എന്നിട്ട് പറയണം, അമ്മ എന്താണ് കുപുത്രോ ജായേത കുമാദാന ഭവതി, അമ്മ ഞാൻ അങ്ങനെ ഒരു കുപുത്രനാണ്, ഞാൻ മോശപ്പെട്ട ഒരാളാണ്, അല്ലെ, അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം മോശപ്പെട്ടതല്ല, നമ്മളിപ്പോ ഒരു എന്താ പറയുക, കൊള്ളയോ കൊലപാതകമോ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ അപരാധങ്ങള് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, അറിഞ്ഞും അറിയാതെയും. നമുക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, കർമ്മഫലത്തിന് അധികാരം ഇല്ല എന്ന് ഭഗവാൻ പറഞ്ഞ പോലെ നമ്മൾ പലതും കർമ്മഫല അധിഷ്ഠിതമായിട്ടാണ് കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വന്നു ചേരാം. ഇതെല്ലാം മാറ്റാനായിട്ട് ആ ജഗദംബികയ്ക്ക് മാത്രമേ, അല്ലെ, ആ ശിരോലിഖിതങ്ങളെ മാറ്റാൻ, ബ്രഹ്മാവ് ഒരു പാദമായിട്ടിരിക്കുന്ന ബ്രഹ്മാവിന്റെ ലിഖിതത്തോടു കൂടിയാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. ആ ലിഖിതത്തെ മായ്ക്കാനും ആ ഒരു ബ്രഹ്മാവിനെ കൊണ്ട് വീണ്ടും നമുക്ക് ആ ശുദ്ധമായിരിക്കുന്ന ആ ഒരു പാത കാണിച്ചു തരാനും, നമ്മുടെ സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, അവിടെ സ്ഥിതി വിഷ്ണു. ഇതെല്ലാം തന്നെ അമ്മ ഇരിക്കുന്ന മഞ്ചത്തിന്റെ പാദങ്ങളാണ്, ഇല്ലേ. അപ്പൊ അമ്മയോട് ക്ഷമാപണം പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവരും ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ കർമ്മക്ഷയം തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇവിടെ വെച്ച്, ഈ ശരീരത്തിൽ വെച്ച്, ഈ ഉപാസനയിലൂടെ നമുക്ക് നേടി ആ സുഗമമായിരിക്കുന്ന ഒരു പാതയിലൂടെ അമ്മയെ പ്രാപിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണിത്. കാരണം ഇതെല്ലാം അമ്മയോട് പറയുക, അതിന്റെ ഫലം നമ്മൾ ചോദിച്ചവിടെ നിൽക്കേണ്ട. അവസാനം പറയുന്നത് അതുകൊണ്ടാണ്, അമ്മ എല്ലാം ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്, ഇനി അമ്മയുടെ ഇഷ്ടം, അത് അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക.
നമ്മൾ എത്രത്തോളം സിൻസിയർ ഈ കാര്യത്തിലാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ആ ശ്രദ്ധയും സിൻസിയർ ആയിരിക്കേണ്ട. കാരണം എന്താ, നമ്മൾ സിൻസിയർ ആണെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, അല്ലെ? നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കണം ആ ക്ഷമാപണം. ഉള്ളിൽ നിന്ന് വരുന്ന ക്ഷമാപണം തീർച്ചയായിട്ടും ഈശ്വരൻ സ്വീകരിക്കും. കാരണം ഈശ്വരന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. തെറ്റുകൾ സഹജമാണ്. ദേവി തന്നെ പറയണു, ത്രിഗുണങ്ങൾക്ക് അടിമയാണ് മനുഷ്യര്, അല്ലെ? ദൈവങ്ങൾ പോലും ദേവന്മാര് പോലും ത്രിഗുണങ്ങൾക്ക് ഇടയ്ക്ക് അവർക്ക് തമസ് ബാധിക്കാറുണ്ട്. അപ്പൊ മനുഷ്യർ അതിൽ നിന്ന് ഒരു മോചനമില്ലാത്തവരാണ്. അവര് ചെയ്യുന്ന പ്രകൃതിക്ക് അനുകൂലമായി, പ്രകൃതിക്ക് അനുസൃതമായിട്ട് ചില സമയങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നു ചേരാം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈ ക്ഷമാപണം എന്ന് പറയുന്നത് ഒരു സാധാരണ ശ്ലോകമല്ല. നമ്മുടെ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ ഇല്ലാതാക്കി നമുക്ക് പൂർണ്ണമായിരിക്കുന്ന ഉപാസനാ മാർഗത്തില് ആ ഒരു ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന മോക്ഷപ്രാപ്തിക്ക് നമ്മളെ സഹായിക്കുന്ന സ്തോത്രമാണിത്. നമ്മളത് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും പഠിച്ച് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് അതിന്റെ അവസാനത്തെ ചില വാക്കുകളെങ്കിലും നമുക്ക് അമ്മയോട് പറയാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് പുണ്യമേ ഉണ്ടാകൂ, പ്രയോജനമേ ഉണ്ടാകൂ. നമ്മുടെ സാധന പന്ഥാവ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് തടസ്സങ്ങൾ വരാതെ ആ ജഗദംബിയുടെ പാദപത്മങ്ങളില് ഗുരുപാദുക സ്തോത്രവും ക്ഷമാപണ സ്തോത്രവും ഒരു എന്താ പറയാ സാധകൻ എന്താ പറയാ നിത്യവും ചൊല്ലേണ്ടതാണെന്ന് പറയും. നിത്യവും അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലേണ്ടതാണ്. കാരണം ഇത് രണ്ടിനുമുള്ള ഇമ്പോർട്ടൻസ് സാധന എങ്ങനെ ചെയ്യണു എന്നുള്ളതിന് അല്ല, ആ ഒരു ഇത് രണ്ടും നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി ചെയ്യുന്നു. കാരണം തെറ്റുകുറ്റങ്ങൾ മനുഷ്യ സഹജമാണ്, അല്ലെ? അത് മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഗുരുപാദുകം, കാരണം നമ്മൾ എല്ലാവരും ഗുരുപാദുകം ജപിക്കുന്നതാണ്. ഗുരുപാദുകം വെറും ഒരു മന്ത്രമല്ല. കാരണം തന്ത്രശാസ്ത്രത്തിലുള്ള ഗുരുമന്ത്രമല്ല ഈ പറയുന്ന വേദത്തിലൊക്കെ ഉള്ളത്. അവർക്ക് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു എന്നൊക്കെയാ പറയുന്നത്. ഗുരുപാദുകം എന്ന് പറയുമ്പോൾ മന്ത്രപൂരിതമായിരിക്കുന്നതാണ് ഗുരുപാദുകം തന്ത്രശാസ്ത്രത്തില്. ദേവിയെ ഉപാസിക്കുന്നവർക്കെല്ലാം തന്നെ ആ ഹൃദയത്തിനുള്ളിൽ ശിരസിൽ വെച്ചിരിക്കുന്ന 2 പാദുകങ്ങളിലൂടെ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാന എല്ലാ ചക്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന ഗുരുമന്ത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഗുരുപാദുകങ്ങളും ഈ പറയുന്ന അപരാധ ക്ഷമാപണ സ്തോത്രവും എല്ലാം തന്നെ. നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ, അത് അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ സ്വീകരിച്ച് കിട്ടുന്നതിനെ എല്ലാം തന്നെ, കിട്ടുന്ന അവസരം ഈശ്വരൻ നമുക്ക് മനസ്സിലാക്കാൻ തന്ന അവസരമാണെന്ന് കണ്ട് നമ്മളത് പ്രയോജനപ്പെടുത്തിയാൽ അതൊരിക്കലും നഷ്ടമായിട്ട് പോവില്ല. ഇപ്പൊ ശ്രീദേവിയ അപരാധ ക്ഷമാപണ സ്തോത്രം നമ്മൾ 4 ശ്ലോകങ്ങൾ കണ്ടു. ആ 4 ശ്ലോകം ഒന്ന് പാരായണം ചെയ്തിട്ട് ഇന്ന് 5ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ന മന്ത്രം നോ യന്ത്രം തദപി ജനജാനേ സ്തുതി മഹോ ന ചാഹ്വാനം ധ്യാനം തദപി ജനജാനേ സ്തുതി കഥാഹ ന ജാനേ മുദ്രാസ്തേ തദപി ജനജാനേ വിലപനം പരം ജാനേ തദനുസരണം ക്ലേശഹരണം വിധേരജ്ഞാനേന ദ്രവിണ വിരഹേണ അലസതയാ വിധേയ ശക്യത്വ തവ ചരണയോര്യാച്യുതിരഭൂൽ തദേതൽ ക്ഷന്തവ്യം ജനനി സകലോദ്ധാരിണി ശിവേ കുപുത്രോ ജായേത ക്വചിതപി കുമാദാന ഭവതി പൃഥ്വ്യാം പുത്രാസ്തേ ജനനി ബഹവ സന്ധി സരള പരം തേഷാ മധ്യേ വിരളതരളോഹം തവ സുതാഹ മദീയോയം ത്യാഗ സമുചിതമിതം നോ തവ ശിവേ കുപുത്രോ ജായേത ക്വചിതപി കുമാദാന ഭവതി ജഗന്മാതർമാത തവ ചരണ സേവാന വിരചിത നവാദത്തം ദേവി ദ്രവിണമവിഭൂയസ്തവമയ തഥാവിത്വം സ്നേഹം മയി നിരുപമം യൽ പ്രകുരുഷേ കുപുത്രോ ജായേത ഉചിതപി കുമാദാന ഭവതി പരിത്യക്ത്വാ ദേവാൻ വിവിധ സേവ ആകുലതയാ മയാ പഞ്ചാശീതേർ അധികം അപനീതേ തു വയസി ഇദാനീം ചേന്മാത സ്തവ യതി കൃപാനാഭി ഭവിത നിരാലംബോ ലംബോദര ജനനി കം യാമി ശരണം. 5ാമത്തെ ശ്ലോകമാണിത്. പരിത്യക്ത്വാ ദേവാൻ വിവിധ സേവ ആകുലതയാ മയാ പഞ്ചാശീതേ രാധികം അപനീതേ തു വയസി ഇദാനീം ചേന്മാത സ്തവ യതി കൃപാനാഭി ഭവിത നിരാലംബോ ലംബോദര ജനനി കം യാമി ശരണം. അതിന്റെ സാമാന്യ അർത്ഥം, വിവിധ വിധത്തിലുള്ള സേവാവിധികളുടെ കഷ്ടതയോർത്ത് ഞാൻ യാതൊരു ദേവന്മാരെയും സേവിച്ചില്ല. വയസ്സ് ഇപ്പോ 85-ൽ പരം ആയി കഴിഞ്ഞു. ഇപ്പോഴും നിന്റെ കരുണ എന്നിൽ ഭവിക്കുന്നില്ലെങ്കിൽ വിഘ്നേശ്വര മാതാവായിരിക്കുന്ന അമ്പേ, ലംബോദര ജനനി,
ഈ നിരാശ്രയനായിരിക്കുന്ന ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? എനിക്ക് ശരണമായിട്ട് വേറെ ആരും ഇല്ലല്ലോ അമ്മേ. ഇത്രയും പ്രായമായി അല്ലെ, ജീവിതത്തിന്റെ നല്ല സമയങ്ങള് അല്ലെ, കർമ്മം ചെയ്യേണ്ട സമയങ്ങളെല്ലാം ഞാൻ വേറെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴോ? കാരണം ഇപ്പൊ എനിക്ക് എന്താ പറയാ, വയ്യ, ഇത്രയും പ്രായം ആയി. അതുകൊണ്ട് ഇനിയും നിന്റെ കരുണ എന്നിൽ പതിക്കുന്നില്ലെങ്കിൽ വിഘ്നേശ്വര മാതാവായിരിക്കുന്ന അമ്മേ, ഈ നിരാശ്രയനായ ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്? അപ്പൊ വിവിധ സേവാകുലതയാ പരിത്യക്ത്വാ ദേവാൻ. ഞാൻ എന്താ ചെയ്തത്? ഞാൻ എല്ലാ ദേവന്മാരെയും അല്ലെ, ആ ഒരു എന്താ പറയാ, ആരാധിക്കാനുള്ള വിധികള് ഒക്കെ വിട്ടു. കാരണം എനിക്ക് വേറെ ദേവന്മാരോടൊന്നും പ്രത്യേകിച്ച് ഒരു പ്രതിപത്തി ഇല്ല. അന്നും അമ്മയാണ് ഇഷ്ടം. പക്ഷെ അമ്മയെ പ്രാർത്ഥിക്കാൻ മന്ത്രവും യന്ത്രവും തന്ത്രവും അറിഞ്ഞില്ല. എനിക്കതിനുള്ള ധനമില്ലായിരുന്നു. അലസത കൊണ്ട് ഞാൻ ചെയ്തില്ല. ആ ദ്രവ്യമൊക്കെ സമാഹരിച്ചുകൊണ്ട് ചെയ്യേണ്ടതായിരുന്നു അന്ന്. അന്നും ഞാൻ വേറെ ദേവന്മാരുടെ പുറകെ ഒന്നും പോയിട്ടില്ല. അമ്മയെ തന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മയിൽ എങ്ങനെ എത്തിച്ചേരണമെന്ന് അറിയാനുള്ള വഴികളൊന്നും ഞാൻ ചെയ്തില്ല. അമ്മയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് വിധി പ്രകാരമുള്ള പൂജകൾ. എല്ലാരും പറയുന്നു തന്ത്രശാസ്ത്രത്തിലും വേദത്തിലും ഒക്കെ അമ്മയ്ക്ക് വിധിപ്രകാരം പൂജ ചെയ്ത്, പ്രത്യേകിച്ച് ശാക്തേയത്തില് ആ ഒരു അനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നു. കാരണം വിഷ്ണു പൂജയ്ക്കോ ശിവപൂജയ്ക്കോ ഇല്ല. ആ ഒരു ശക്തി ആരാധന എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന പൂജകളിലൂടെ മാത്രമേ അമ്മയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. തന്ത്രശാസ്ത്രം വളരെ നിഷ്കർഷിച്ച് പറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗുരുപരമ്പരയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നിത്യമായിട്ട് നമ്മൾ അനുസന്ധാനം ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. മുദ്രയ്ക്ക് താന്ത്രിക വിധിപ്രകാരം എല്ലാ മുദ്രകളിലൂടെയാണ് അമ്മയ്ക്ക് ചെയ്യുക അല്ലെ. ആ മുദ്രകള്, അമ്മയുടെ ആവാഹനം, അമ്മയുടെ ഷോഡശ ഉപചാര പൂജകൾ, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി അമ്മയ്ക്ക് അത് ചെയ്യണം. എന്നാലേ ഈ പാപകർമ്മങ്ങൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ സൂക്ഷ്മ ശരീര ശുദ്ധി വരുത്തി ഭൂതശുദ്ധി ഉണ്ടായി നമുക്ക് അമ്മയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന്. പക്ഷെ അമ്മയെ മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അന്നേ എല്ലാ ദേവന്മാരെയും ആരാധിക്കാനുള്ള വിധികള് അന്വേഷിച്ചു പോയിട്ടില്ല, പഠിച്ചിട്ടുമില്ല. കാരണം എന്താ? ആ വിവിധ വിധികളെ കുറിച്ച് ആകുലത കൊണ്ട്, ആ വിവിധ ദേവന്മാരെ ഇനി എങ്ങനെ സേവിക്കണം എന്നൊക്കെയുള്ള ഒരാകുലത കൊണ്ട്, ഓരോ ദേവനെയും പ്രീതിപ്പെടുത്തണമെങ്കിൽ ശാസ്ത്രം എന്തൊക്കെയാണ് വിധിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബ്രഹ്മാവിനെ പൂജിക്കാൻ ഒരു വഴി, വിഷ്ണുവിനെ പൂജിക്കാൻ അല്ലെ തുളസി കൊണ്ട്, വേറെ ചില പുഷ്പങ്ങളുണ്ട്, ഇഷ്ട നൈവേദ്യങ്ങളുണ്ട്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിതൊന്നും പഠിക്കാൻ പോയിട്ടില്ല. കാരണം എന്താ? എനിക്കതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അമ്മയുടെ പഠിച്ചോ? അതും ഇല്ല. കാരണം ഓരോ ദേവന്മാർക്കും നീണ്ട പട്ടികയാണ് ശാസ്ത്രം വിധിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു നവത ഭക്തിയിൽ പോലും ആ ഒരു അർച്ചനം, തർപ്പണം, ഇതൊക്കെ പറഞ്ഞ പോലെ അർച്ചനം, കീർത്തനം അല്ലെ, ആ ഒരു പൂജകൾക്കെല്ലാം വളരെ വളരെ പ്രാധാന്യം. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഓരോ പടിപ്പടിയായിട്ട് മാത്രമേ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും, ശ്രവണം, കീർത്തനം, വിഷ്ണു, മനനം ഇല്ലേ, ഇതൊക്കെ ഓരോ പടിയാണ്. കാരണം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്തെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി ഗുരുദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഇതൊക്കെ ചെയ്യണം. എന്നാലേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ ശാസ്ത്രം വിധിച്ചിരിക്കുന്ന പട്ടികകളൊക്കെ കണ്ടിട്ട് ഞാൻ ഇതൊന്നും പഠിച്ചില്ല. കാരണം അതിന് ചെയ്യാനുള്ള സമയവും ഇല്ലായിരുന്നു, ദ്രവ്യവും ഇല്ലായിരുന്നു. എല്ലാം കണ്ടെത്തി ചെയ്യാൻ ഞാൻ ശ്രമിച്ചുമില്ല. അങ്ങനെ ഒരു ദേവന്മാരെയും ഞാൻ ഇതുവരെ ആരാധിച്ചിട്ടില്ല. ഞാൻ ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത് എന്താ? ഞാൻ അമ്മയെ മനസ്സിലൊക്കെ വിചാരിക്കും, എനിക്ക് അമ്മയാണെന്നറിയാം ഇല്ലേ, അമ്മയെ വിചാരിച്ചാൽ തന്റെ ക്ലേശഹരണമാണെന്നറിയാം. ഇതെല്ലാം അറിയായിരുന്നിട്ടും ഞാൻ മറ്റുള്ള പൂജകൾക്കൊന്നും മുതിർന്നില്ല, അമ്മയ്ക്കുള്ളതും ഒന്നും ചെയ്തില്ല. ഇപ്പോഴോ? എനിക്ക് 85 വയസ്സായി. കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. 85 വയസ്സ് ഉള്ള ഒരാൾക്ക് വേണ്ടിയായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ അപ്പൊ ഉണ്ടായിരുന്നിരിക്കാം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരാതികൾ സാധാരണഗതിയിൽ പറയുന്നു, അദ്ദേഹത്തിനോട് വിഷമങ്ങൾ പറയുന്ന അല്ലെ, 85 വയസ്സായി, ഞാൻ പോവാറായി, എന്നിട്ട് എനിക്കിതൊന്നും അറിയില്ല എന്ന് ശങ്കരാചാര്യ സ്വാമികളുള്ള ആരെങ്കിലും വിഷമങ്ങൾ പറഞ്ഞു കാണാം എന്നാണ് പറയുന്നത് ഇതിനകത്ത്. കാരണം ഇല്ലെങ്കിൽ അദ്ദേഹം ഇത് എടുത്തു പറയില്ല. എന്താ പറയുന്നത്? പഞ്ചാശീതേരധികം അപനീതേ. പഞ്ചാശീതേ, എനിക്ക് 80 + 5 85 വയസ്സായി. അതുകൊണ്ട് ഇപ്പോഴിനി ഞാൻ എന്താണ് ഇതൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഇല്ലേ? അപ്പോ ആ 85 വയസ്സായ ഞാൻ ആശീതി എന്ന് പറഞ്ഞാൽ 80, പഞ്ചാശീതി എന്ന് പറഞ്ഞാൽ 85. അപ്പൊ ഇത്രയും പ്രായമുള്ള ആളിന് വേണ്ടിയിട്ടാണ് ഇത് രചിച്ചതെന്ന് മനസ്സിലാക്കണം. അതിലൂടെ
അപ്പൊ നമ്മൾ പ്രായമാവും തോറും നമുക്ക് കർമ്മങ്ങളും പൂജകളും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നേരത്തെ ചെയ്യണം. ഇത് പഠിച്ചാൽ തന്നെ നമ്മൾ ചെയ്യാൻ പിടിച്ചിരിക്കരുത്, ചെയ്യേണ്ടത് ചെയ്യണം. അപ്പൊ പിന്നെ വയസ്സായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയണതില് കാര്യമില്ല. അപ്പൊ ഇത് അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കാം ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇപ്പോ വയസ്സായി, ഇനി എന്ത് ചെയ്യും? അല്ലെ, നല്ല കാലത്ത് ചെയ്യാൻ പറ്റുമായിരുന്നപ്പോ ധനവും ദ്രവ്യവും സഹായികളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ചെയ്തില്ല. അപ്പോ എന്താണ്, ഈ വയസ്സുകാലത്ത് അമ്മേ ഈ ആരാധിക്കാൻ കൂടി എനിക്ക് കഴിയുന്നില്ലല്ലോ. അമ്മ, എനിക്ക് ഇപ്പോഴും ഇതൊക്കെ പഠിച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്റെ ശരീരം എന്നെ സമ്മതിക്കുന്നില്ല, മനസ്സുറയ്ക്കുന്നില്ല ഒരിടത്ത്. അല്ലെ, ഈ ഈ പ്രായത്തില് മനസ്സും ബുദ്ധിയും ശരീരവും ഉറയ്ക്കാതിരിക്കണ ഈ സമയത്ത് അമ്മയെ എനിക്ക് എങ്ങനെ ആരാധിക്കും അമ്മ? എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മ എന്ത് വേണം? അവിടുത്തെ കൃപ. വേറെ ഒന്നും വേണ്ട അമ്മ. എന്റെ നേരെ ഭവിച്ചില്ലെങ്കിൽ, അമ്മയുടെ കൃപ എന്റെ നേരെ ഉണ്ടായില്ലെങ്കിൽ നിരാലംബനായിരിക്കുന്ന ഞാൻ, ആശ്രയമായിട്ട് ആരുമില്ലാത്ത അനാഥനായിരിക്കുന്ന ഞാൻ, അല്ലയോ ലംബോദര ജനനി. എന്താ ഇത് എടുത്തു പറയണത്? മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം, അല്ലെ, മക്കളുള്ളവർക്കേ പ്രസവിച്ച അമ്മമാർക്കേ മക്കളോട് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറയും. പ്രസവിക്കാത്തവർക്ക്, അല്ലെങ്കിൽ പ്രസവ വേദന അറിയാത്തവർക്ക് ഒരു സ്ത്രീ പറഞ്ഞാൽ ആ വേദന മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്ലെ? ഒരു എന്താ പറയാ, പ്രസവിക്കാത്ത സ്ത്രീയോട് എന്തിനാ പറയുന്നതെന്ന് ചോദിക്കും വേദനയുടെ കാര്യം. കാരണം ആ വേദന അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റും. ഇവിടെ എന്താ, ആ കറക്റ്റ് സ്ഥലത്താണ് അദ്ദേഹം പറയുന്നത്. കാരണം ലംബോദര ജനനി, അമ്മ ഒരു അമ്മയല്ലേ അമ്മ, അല്ലെ? മക്കളെ ലംബോദരൻ, അല്ലെ, ഗണപതിയുടെ അമ്മയല്ലേ? അമ്മയ്ക്ക് ഇതെല്ലാം അറിഞ്ഞൂടെ? മക്കളെ ഇങ്ങനെയൊക്കെയാണ്. മക്കളെ ജനിപ്പിച്ച് വളർത്തുന്ന ആ ഒരു അമ്മയ്ക്ക് മക്കളുള്ളവർക്കെല്ലാം അറിയാം. ചില മക്കളോട് ക്ഷമിക്കണം, അവര് തെറ്റുകുറ്റങ്ങൾ ചെയ്യും, കൊച്ചിലെ അവര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇതെല്ലാം ക്ഷമയോടെ സഹിക്കുന്ന ഒരാളിനെയാണ് ജനനി, അല്ലെ? അല്ലെങ്കിൽ ഞാൻ മാതേ, അല്ലെ, മാതി. അളന്നിട്ട് ഒരു കുഞ്ഞ് എത്രയാണ്, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അവർക്ക് എത്ര ബുദ്ധിയുണ്ട്, അവർ എന്തൊക്കെ ചെയ്യുന്ന മാതി അളന്ന് തൂക്കി അതിനനുസരിച്ച് ചെയ്യുന്നവളല്ലേ അമ്മ. അതുകൊണ്ടാണ് അവിടെ ലംബോദര ജനനി പെട്ടെന്ന് അമ്മയാക്കി, അല്ലേ? കാരണം ആ ഒരു ഗണപതിയുടെ അമ്മയായിരിക്കുന്ന ദേവി അപ്പോഴും കുറച്ചുകൂടി ഒരു അലിവ് തോന്നും. കാരണം അമ്മമാർക്ക് മക്കളുടെ പേര് പറയുമ്പോഴത്തേക്ക് തീർച്ചയായും അലിവുണ്ടാവും. അതുകൊണ്ടാ പറയുന്നത്, ഞാൻ നിരാലംബനാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് എന്താ പറയാ, അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, ആരുമില്ല, ആശ്രയമായിട്ട് ആരുമില്ല, ഒരു അനാഥനാണ് ഞാൻ. അപ്പൊ അമ്മയ്ക്കോ? അമ്മയാണ്. അമ്മയ്ക്ക് ഒരു മകന്റെ പേര് പറഞ്ഞു, ലംബോദരൻ, ഗണപതിയുടെ അമ്മയാണ്, അല്ലേ? അപ്പൊ ഗണപതി ഭഗവാന്റെ ആ ജനനിയായിരിക്കുന്ന അമ്മയെ കം യാമി ശരണം, ഞാൻ ആരെ ശരണാഗതി പ്രാപിക്കും? ഗണപതിക്ക് അമ്മയുണ്ട്, അല്ലേ? അദ്ദേഹത്തിന് അമ്മയുണ്ട്, ഇത്രയും ജഗത് ജനനിയായിരിക്കണം അമ്മ. പക്ഷെ ഞാനും നേരത്തെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, ഞാനും അമ്മയുടെ വലിയ ഉയർന്ന ഉപാസകരില്, അമ്മയ്ക്ക് വളരെ കേമന്മാരായിട്ടുള്ള മക്കളുണ്ടെന്ന് എനിക്കറിയാം, അല്ലെ? ധനവും ആഠ്യത്വവും പൊസിഷനും പദവിയും എല്ലാം ഉള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മേ, ഞാനും ഈ ഒന്നുമില്ലാത്ത അനാഥനായിരിക്കണം ഞാനും അമ്മയുടെ മകനല്ലേ? അപ്പൊ ഇവിടെ ഗണപതിയുടെ കാര്യം എടുത്തെടുത്ത് പറയാൻ കാര്യം എന്താ? ഗണപതി ഭയങ്കര ഭാഗ്യവാനാണ്. കാരണം ജഗദംബിയുടെ മകനാണില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് അമ്മാന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട്. അമ്മയ്ക്കും ആ ഒരു പുത്രന്റെ ആകുലതകൾ അറിയണമെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. എനിക്കോ? കമ്യാമി ശരണം, ഞാൻ ആരെ ശരണാഗതി ചെയ്യും അമ്മ? എനിക്ക് ആരും ഇല്ലല്ലോ, അല്ലേ? അമ്മ കൈവിട്ടാൽ ഞാൻ നിരാശ്രയനാണ്. കാരണം മുൻപ് ഞാൻ ആരെയും ആരാധിച്ചിട്ടില്ല അമ്മ. എന്റെ ഈ ജീവിതത്തില് ഇത്രയും കാലം ഞാൻ ജീവിച്ചു, 85 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു. എന്നിട്ട് ഒരു കുഞ്ഞിനെ പോലും എനിക്ക് ഈശ്വരനായിട്ട് ആരാധിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ശാസ്ത്രം വിധിച്ചിട്ടുള്ള വിധികളനുസരിച്ച് വലിയ നീണ്ട പട്ടിക എഴുതി വെച്ചിരിക്കണം. അതൊന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ അവരിലോട്ടൊന്നും എന്റെ മനസ്സ് പോയില്ല, അത്ര തന്നെ. പക്ഷെ എനിക്ക് അമ്മയുണ്ടല്ലോ, അല്ലെ? എന്റെ ക്ലേശങ്ങളെ ഹരിക്കുന്ന അമ്മയുണ്ട്. പക്ഷെ പൂജാവിധികളൊന്നും പഠിക്കാത്തത് ഒരു തെറ്റായിട്ട് കാണരുതേ അമ്മ. കാരണം ഓരോ കാരണവും ഞാൻ അമ്മയുടെ മുമ്പിൽ നിരത്തുകയാണ്. എനിക്ക് ധനമില്ല, സമ്പത്തില്ല, സമയത്തില് എന്റെ അലസതയാണ്, എല്ലാം എന്റെ കുറ്റമാണമ്മ. ഓരോന്നും ഞാനിത് അമ്മയോട് ഏറ്റു പറയണം. ഇപ്പൊ ഈ അവസാന നിമിഷങ്ങളില് അമ്മ എന്നോട് ക്ഷമിക്കണം, അല്ലെ? നല്ല കാലത്ത് അവരെ പൂജിക്കാത്തതിന്റെ ആ ഒരു ഗർവ് ഈ മറ്റുള്ള ദേവതകൾ ആരും ഇനി എനിക്ക് വേണ്ടി വരില്ല. കാരണം എന്താ? അവരെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മയുടെ മഞ്ചത്തിന്റെ കാലുകളായിട്ട് തന്നെ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരുണ്ട്, എത്ര ദേവതമാരുണ്ട്, അല്ലേ? വിഷ്ണു, ശിവന്, അല്ലെ? ഗണപതി, സുബ്രഹ്മണ്യൻ, അല്ലെ? ദേവി ലക്ഷ്മി, സരസ്വതി, എത്രയാ വേണ്ടത്? അത്രയ്ക്ക് ഈശ്വരന്മാരുണ്ട്, 30 മുക്കോടി ഈശ്വരന്മാരുണ്ട്. അവരെ ഞാൻ തിരിഞ്ഞു നോക്കാതെ അമ്മയെ മാത്രം മനസ്സിൽ വെച്ച് അമ്മയ്ക്ക് പൂജകളൊന്നും ചെയ്തില്ലെങ്കിലും അവരെന്താ, അവർക്കെല്ലാം ഇപ്പൊ എന്നോട് ഭയങ്കര പകയാ. കാരണം എന്താ? ഞാൻ ഇവിടത്തെ ഈ ഒരു എന്റെ ക്ലേശ ഹരണത്തിന് വേണ്ടി പ്രപഞ്ചത്തിലുള്ള ഒരു ദേവതമാരെയും
ഞാൻ ആശ്രയിച്ചില്ല. ഇനി ആരും വിളിച്ചാ വരില്ല. അല്ലെ, നമ്മൾ അങ്ങനെയല്ലേ? ഇപ്പൊ സഹായത്തിന് എപ്പോഴും ഒരാളെയാണ് നമ്മൾ വിളിക്കുക. നമുക്ക് അനേകം കൂട്ടുകാരുണ്ട്, പക്ഷെ നമ്മളെ സഹായിക്കാൻ ഒരാളാണ് എപ്പോഴും ഓടി വരണമെന്ന് വെക്കൂ. അപ്പൊ നമ്മളെ പ്രശ്നം വന്നാൽ നമ്മൾ വിളിക്കാതെ തന്നെ അറിഞ്ഞ അവർ ഓടി വരും. അതേസമയം മറ്റുള്ളവർ പിന്നെ കുറെ കാലം വിളിക്കാതാവുമ്പോ അവരെന്താ പറയുക? അവര് പ്രശ്നം വരുമ്പോ ഞങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല, അവൾക്ക് ആ ഒരു വ്യക്തി ഉണ്ടല്ലോ. സാധാരണ മനുഷ്യർ പറയുന്ന, നമ്മൾ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി ആവട്ടെ, ഒരു ബന്ധു ആവട്ടെ, ആരെങ്കിലും. അതുപോലെയാണ് ഇപ്പൊ അമ്മയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ആരെയും പൂജിച്ചില്ല. ഇപ്പൊ ആരും ഞാൻ വിളിച്ചാ വരാൻ പോകുന്നില്ല. കാരണം ഈ ഒരു നിസ്സഹായനായിട്ട് ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇനി അവരെ വിളിക്കാന്ന് വെച്ചാൽ തന്നെ ആരും വരില്ല. കാരണം എന്താ? അവർക്കെല്ലാം എന്നോട് നല്ല കാലത്ത് അവരെ പൂജിക്കാത്തതിന്റെ നീരസം, എന്റെ അഹങ്കാരം, എന്റെ ഗർവ് കണ്ടിട്ട് അവർക്ക് എന്നോട് നീരസം ഉണ്ടായിരിക്കും. നീ അനുഭവിക്ക്. കാരണം നീ നല്ല കാലത്തൊന്നും ഞങ്ങളെ ഒന്നും കണ്ടില്ലല്ലോ, അപ്പം നിനക്ക് അമ്മ മാത്രം മതിയായിരുന്നല്ലോ, ഇനി അമ്മയെ വിളിക്കും, നിന്റെ അമ്മ വന്ന് നിന്നെ സഹായിക്കട്ടെ എന്നുള്ള ഒരു മട്ടില് അവരിയ്ക്കും. അമ്മ, എനിക്കിനി അവരെ വിളിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഈ ഒരു എന്താ പറയാ, എന്നെ അവര് നിസാരനാക്കി തള്ളിക്കളയും. ഒന്നാമത് ഇത്രയും അപരാധങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഇനി എനിക്ക് അവരുടെ മുമ്പിൽ പോയി ഒന്നും പറയാൻ വയ്യ. അമ്മയില്ലെങ്കിൽ എനിക്ക് ആരുമില്ല, വേണ്ട, എനിക്ക് ഉണ്ടെങ്കിൽ അമ്മ മാത്രം മതി. ആ ഒരു രീതിയിൽ, അല്ലെ? ആ എന്താ പറയാ, അഭയം പ്രാപിക്കാതെ വയ്യാത്ത കാലത്ത് എന്താ പറയാ, ആ സമയത്താണോ ഞങ്ങളെ വിളിക്കണമെന്ന് അവര് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. നല്ല കാലത്തൊക്കെ അമ്മയെ മനസ്സിൽ കൊണ്ട് നടന്നു, വേറെ ആരെയും വിളിക്കാൻ തോന്നിയില്ല. ഇനി അപ്പൊ അവർക്ക് ആ ഒരു ഉള്ളില് ദേഷ്യമുണ്ട്, എന്നെ വിളിച്ചില്ലല്ലോ, അല്ലെ? പ്രപഞ്ച ദേവതകൾ എത്രയോ ഉണ്ട് നമുക്ക് കാര്യസാധ്യത്തിന് വിളിക്കുന്നവ, ക്ഷിപ്ര പ്രസാദിയായിരിക്കുന്നവര്, അല്ലെ? അവരെ ഒന്നും ഞാൻ വിളിച്ചില്ല. ഇനിയിപ്പോ തീരെ വയ്യാതായി, ഇത്രയും പ്രായമായി, ഇനി മരിക്കാറായി, അല്ലെ? ശരീരം ഉപേക്ഷിക്കാറായി. ഇപ്പോഴ് അവസാന കാലത്ത് ഇപ്പൊ അവൻ ഞങ്ങളെ വിളിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അവരെന്നെ ഉപേക്ഷിക്കും അമ്മേ, ഉറപ്പാണ്. നിനക്ക് ഞങ്ങൾ ഒരു സഹായവും ചെയ്തു തരില്ല എന്ന് പറഞ്ഞ ദേവന്മാര് ആരും എന്റെ കൈ പിടിക്കാൻ വരികയില്ല, അഭയം തരികയും ഇല്ല. അതുകൊണ്ട് അമ്മ എന്ത് വേണം? അമ്മ എന്നെ കൈവിട്ടാല് ഞാൻ ആരെ അഭയം പ്രാപിക്കണമെന്ന് അമ്മ തന്നെ പറഞ്ഞു തരൂ. കാരണം ഒരു വയസ്സായ, ശരീരബലം നഷ്ടപ്പെട്ട, മനോബലം നഷ്ടപ്പെട്ട ഒരു ദീനന്റെ വിലാപമാണിത്. ഈ ശ്ലോകത്തെ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഭഗവത് പാദര്. കാരണം നമ്മളും ഒരു പ്രായത്തിൽ ചെയ്യാതിരുന്നിട്ട് അവസാന കാലം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് പൂജകളും ഇതുമൊക്കെ ചെയ്യുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സിലെ ഒരു ഭാവന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായത്തെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത്. സാധാരണഗതിയിൽ എല്ലാവരും ഈ പറയുന്ന പോലെ തന്റെ ആ ഒരു വളരെ ബിസി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, വളരെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം ഒക്കെ കഴിഞ്ഞ് വാനപ്രസ്ഥ സമയത്ത് പോലും നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്താറില്ല, അല്ലെ? മക്കള്, കൊച്ചുമക്കൾ, ഇങ്ങനെയുള്ള ഗാർഹസ്ഥ്യമായിരിക്കുന്ന ഗൃഹപരമായിട്ട് ഗൃഹത്തിൽ തന്നെ കഴിഞ്ഞുകൂടി വീണ്ടും അതിൽ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരാണ് 99% പേരും. പക്ഷെ ഒരു തലം കഴിഞ്ഞപ്പോൾ നമ്മൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നിന്നത്, ആരാണോ നമ്മളെ ആശ്രയിച്ചു നിന്നത്, എല്ലാവരും ഒരു സമയം കഴിയുമ്പോ, അല്ലെ, കൂട്ടിൽ വന്നണഞ്ഞ കിളികളെ പോലെ സന്ധ്യാസമയത്ത് തീറ്റ തേടി നടന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ കൂടുകളിൽ വന്ന് അമ്മയുമായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ പറന്നു പോകുന്ന പോലെ നമ്മുടെ കൂടെ നിന്നവരും നമ്മളെ ആശ്രയിച്ചു നിന്നവരും, അല്ലെ, നമ്മളെ താങ്ങി നിന്നവരും എല്ലാം തന്നെ ഒരു സമയം നമ്മളെ വിട്ടുപോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും ജീവിതത്തിൽ. അപ്പോ നമുക്ക് ആരെയാണോ നമുക്ക് താങ്ങായിരുന്നത്, ആ ഒരു വ്യക്തിയെ നമ്മൾ മറന്നത് കൊണ്ട്, അല്ലെ, ആ സഹായം ചോദിച്ചു പോകാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് എന്ന് പറയും, തെറ്റ്, ഇതിനാണ് അപരാധം. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. അപ്പൊ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. രാവിലെ മുതൽ 24 മണിക്കൂറും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പണം, പൊസിഷൻ, കുട്ടികള്, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ബന്ധനങ്ങളാക്കിയിട്ട് ആ ഒരു പാശത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് പാശബന്ധിതരായിട്ട് നമ്മൾ കർമ്മങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ എന്ത് പറ്റി? നമുക്ക് ശരീരത്തിന് അവശത വന്നു, മനസ്സിന് അവശത വന്നു, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതായി. ഈ പറയുന്നവരാരും, നമ്മളെ സഹായിച്ചവരാരും നമുക്ക് സഹായിക്കാനും ഇല്ലാതെ വന്നു. അവർക്ക് അവരുടെ ജോലിയുണ്ട്, അവരുടെ കർമ്മങ്ങളുണ്ട്, നമുക്കാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, അല്ലെ? നമ്മളായിരുന്നു നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ. നമ്മൾ മനസ്സുകൊണ്ട് അവരിൽ പോയി പാശം കെട്ടിവെച്ചു. അവര് നമുക്ക് ഉണ്ടാകുന്ന ഒരു മിഥ്യാധാരണയിൽ ജീവിച്ചു. അപ്പൊ അതുപോലെ തന്നെ അന്യദേവതകളെ ഒന്നും ഞാൻ ഉപാസിച്ചില്ല എന്ന് പറയുന്നത്. കാരണം ആരെങ്കിലുമൊക്കെ ഉപാസിക്കാമായിരുന്നു. കാരണം എന്താ? ഒരു കട്ടിലിൽ കിടക്കുമ്പോ, നമുക്ക് ആരും ഇല്ലാതെ വരുമ്പോ, നമ്മുടെ മനസ്സിലെ ക്ലേശങ്ങൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇതെങ്ങനെ അനുഭവിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈശ്വരൻ എന്ന് പറയുന്ന ആത്മശക്തി മാത്രമേ നമുക്ക് കൂട്ടിന് കാണുള്ളൂ. നമ്മൾ പറയില്ലേ, കണ്ടവരും പറഞ്ഞവരും നിന്നവരും കേട്ടവരും എല്ലാം നമ്മളെ വിട്ടുപോകും. ചിലർ ഈ പറഞ്ഞ
കാല യവനികയ്ക്കുള്ളിൽ പോകും. നമ്മൾ അപ്പൊ അവര് വിചാരിക്കും അവരെന്നെ സഹായിക്കുന്നു വിചാരിച്ച് നമ്മൾ ഏത് കർമ്മവും ഫലേച്ഛയോടുകൂടി ചെയ്യുമ്പോൾ അത് ദുഃഖത്തിന് കാരണമായി തീരും. ഉറപ്പാണ്. എവിടെ നമുക്ക് ആഗ്രഹത്തോടു കൂടി കാമത്തോടു കൂടി അല്ലെ ഒരു ഡിസയർ പൂർത്തീകരിക്കാൻ ചെയ്യുന്നു അവിടെ നമുക്ക് ദുഃഖം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഡിസയർലെസ് ആയിട്ടിരിക്കുക. ഗുരുപാദുക സ്മരണം കൊണ്ട് മാത്രമേ നമുക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുള്ളൂ ഇല്ലേ? നമ്മളെ കറക്റ്റായിട്ട് ആ കാമാദി ഷഡ്ക വികാരങ്ങളെ എല്ലാം തന്നെ നിയന്ത്രിച്ച് ഈശ്വരനിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഗുരുപാദുകങ്ങൾ. നമ്മുടെ ശിരസിന്റെ മുകളില് ആ പാദുകങ്ങളെ സ്മരിക്കുമ്പോൾ എന്താ ഈ പാദുകങ്ങൾ? ഈ പാദുകങ്ങളുടെ ഒരു സ്ട്രാപ്പ്, നമ്മളൊക്കെ ഇടുന്ന ചെരുപ്പിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷൂസിന് എല്ലാം നമ്മുടെ ആംഗിൾ ഉൾപ്പെടെ പ്രൊട്ടക്റ്റഡ് ആണ് ഷൂസ് ഒക്കെ അല്ലെ. സാധാരണ ചെരുപ്പുകൾ 2 വാറുണ്ട്. തള്ളവിരലിന് ഇപ്പുറത്തൊരു ഉയർന്ന സ്ഥാനം വെച്ചിട്ട് നമ്മൾ അതിൽ ആ വിരല് കയറ്റിക്കൊണ്ട് നമ്മുടെ 2 സൈഡും സ്ട്രാപ്പ് ഉണ്ട് അല്ലെ. കുതിരയ്ക്ക് 2 സൈഡും കണ്ണിന്റെ സൈഡ് വെക്കുന്ന പോലെ നമ്മൾ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. കാലിന് ഒരു ബാലൻസ് കൊടുത്താ പോകുന്നത്. അത് രണ്ടും ഇല്ലാതെ നടക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. സാധാരണ ഗുരുക്കന്മാർക്ക് മാത്രമാണ് അത് ഇല്ലാത്തത്. എന്താ അവരത് കാണിക്കുന്നത്? അവര് ആ ഒരു പൊങ്ങി നിൽക്കുന്ന തള്ളവിരൽ എന്ന് പറയുന്ന നമ്മുടെ എല്ലാത്തിലും ഇൻഡെക്സ് ഫിംഗർ ഈശ്വരനെ കാണിക്കുന്നു അല്ലെ. നമ്മുടെ കാൽപാദങ്ങളും അതുപോലെ തന്നെയാണ്. ആ ഒരു സഹസ്രാരം വരെ ബന്ധിക്കപ്പെട്ടതാണ് നമ്മുടെ പാദങ്ങൾ. അപ്പൊ അതില് ആ ഒരു എന്താ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗം അവിടെ ഒരൊറ്റ ഇതിലാണ് അവർ നടക്കുന്നത്. വളരെ സ്പീഡിൽ അവർക്ക് നടക്കാൻ പറ്റും. തടി കൊണ്ടുള്ള പാദുകങ്ങൾ. അത് സാധാരണ അതിനെ ചെരുപ്പെന്ന് പറയാറില്ല. എന്താ ആ ഒരെണ്ണത്തിൽ ആശ്രയിച്ച് അവർക്ക് സൈഡ് ആയിട്ടുള്ള സ്ട്രാപ്പിന്റെ ആവശ്യമില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ഒന്നിനെ അവർ ആശ്രയിക്കുന്നില്ല. നമ്മളോ നമ്മുടെ കാലിന്റെ പ്രൊട്ടക്ഷൻ, നടക്കുമ്പോൾ ബാലൻസ്, ഇല്ലെങ്കിൽ നമ്മൾ താഴെ വീണു പോയാലോ അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാനായിട്ടാണ് അവർ മെതിയടി അല്ലെ ഉഡൻ മെതിയടികളാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗുരുക്കന്മാര്. നമുക്ക് കാണിച്ചു തരാനാണ്. അവർ ഏകമായിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അവര് പറയുന്നതില് അല്ലെ അവര് ഉറച്ചു നിൽക്കുന്നു. എന്താണോ സത്യത്തെ കുറിച്ച് അവർ പറയുന്നത് ആ സത്യം ധർമ്മമാണെന്ന് കണ്ട് അതിൽ നിന്ന് മാറാതെ താൻ പോകുന്നിടത്തെല്ലാം ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് നമ്മളെ കാണിക്കുന്നതാണ് ഗുരുപാദകങ്ങൾ എന്ന് പറയുന്ന മെതിയടി. അതുപോലെ നമ്മളും എന്താ പറയാ ആ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഗായത്രി മന്ത്രം ഒക്കെ നമ്മൾ 5 വയസ്സിലെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ആ ഏത് ധാർമ്മികമായിട്ടുള്ള ഈശ്വര ചിന്തയിലാണോ നമ്മൾ മുഴുകേണ്ടത് അത് കൊടുക്കണം. ബുദ്ധിയെ പ്രചോദിതമാക്കി ആ സത്യത്തെ അറിയാനുള്ള പ്രചോദനമാണ് ഗായത്രി മന്ത്രത്തിലൂടെയൊക്കെ കിട്ടുന്നത്. അത് കിട്ടാത്തവര് ജീവിതം ഇതാണ് അല്ലെ, ബാഹ്യമായിരിക്കുന്ന സുഖങ്ങളിൽ രമിച്ചുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് കാലത്തിലൂടെ ഇതാ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ജനിച്ചു അല്ലെ, ആ ഒരു ബ്രഹ്മചര്യം കഴിഞ്ഞു, ഗാർഹസ്ഥ്യം കഴിഞ്ഞു, വാനപ്രസ്ഥവും കഴിഞ്ഞു, മരണത്തോടെ ഏത് ദിവസം വേണമെങ്കിലും മരണം നമുക്ക് വന്ന് നമുക്കൊരു നിത്യബന്ധുവായിട്ട് ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂടെ കൈപിടിച്ച് നടക്കുകയാണ് മരണം എന്ന് പറയുന്ന അജ്ഞാതമായിരിക്കുന്ന ഒരു മേഖല. അവിടേക്ക് നമ്മുടെ ജീവൻ പോവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കൈ പിടിക്കാൻ ഈ ശരീരത്തിൽ പിടിക്കാൻ എന്തെങ്കിലും ഒരു ആലംബനം വേണം അല്ലെ. ബാഹ്യമായിട്ട് പിടിച്ചോണ്ടിരുന്നവര് നമ്മുടെ ശരീരത്തിന് ബലം കുറഞ്ഞു, മനസ്സിന് ബലം കുറഞ്ഞു, പിടിക്കാനുള്ള കൈ വറയ്ക്കുന്നു, ഇപ്പൊ പിടിക്കാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ആലംബനം കൊടുത്തവരൊക്കെ നമ്മളെ സഹായിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. അവരെല്ലാം അവരുടെ കാര്യം നോക്കിപ്പോയി 2 ദിവസം 3 ദിവസം അവര് നമുക്ക് വേണ്ടി ചെലവാക്കിയെന്നിരിക്കും. ഒരു മാസം കടന്നു കഴിഞ്ഞാൽ ആര് നോക്കും അല്ലെ. അപ്പൊ ആ ഒരു ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈശ്വര ഞാനിങ്ങനെ കിടന്നപ്പോ എനിക്ക് എന്റെ മനസ്സിനെ അവിടെ ആ ഒരു ഈശ്വരനിൽ ഉറപ്പിച്ച് എന്റെ ശരീരത്തിൽ നിന്ന് പോകാൻ എനിക്ക് പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മള് നിരന്തരമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ അത് സംസ്കാരമായിട്ട് മാറി ചിന്തകളെ അവിടെ ഉറപ്പിക്കാൻ പറ്റൂ. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് അത് മറന്നു പോകും. പുതിയ ഒരു യോഗ ക്ലാസ്സിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിച്ചു. ഇപ്പൊ തന്നെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് അത്യന്തം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ കൊണ്ട് കൊടുത്താൽ ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ നമുക്കൊരു സാധനം കയ്യിൽ കിട്ടിയാൽ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ചിലപ്പോ മക്കളൊക്കെ 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഫോണൊക്കെ കൊണ്ടുതരും. അതിനെ ഇങ്ങനെ ഒരു കളിപ്പാട്ടം പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും പോലെ അതിൽ ഒന്നും ഓണാക്കാനോ ഓഫാക്കാനോ അറിയില്ല. അതേസമയം നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ കുറഞ്ഞ ഫോൺ ആയിക്കോട്ടെ, നമുക്കതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം എന്താ? നിരന്തരമായിട്ടുള്ള ഉപയോഗം. അപ്പൊ നമുക്ക് കണ്ണടച്ച് കിടന്നാലും അത് എവിടെയാണ് ഓഫ് ചെയ്യേണ്ടതും എവിടെയാണ് അത് തൊടേണ്ടത്, എന്ത് ചെയ്യണം അത് ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിർണയം മതി. അതായത് ആ ഒരു ഷ്രൂഡായിരിക്കുന്ന ബുദ്ധി, ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്ന അതാണ്, തപസ് എന്ന് പറയുന്ന അതാണ്. നമ്മൾ ഒന്നിൽ തന്നെ മനസ്സിനെ നിർത്തുന്നത്. നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റും. നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമിൽ ലൈറ്റ് ഇല്ലെങ്കിലും പോകാൻ പറ്റും. കാരണം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതുപോലെ തന്നെ വന്ന് കിടക്കാൻ പറ്റും. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് പോലും അത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? നിരന്തരമായിരിക്കുന്ന ആ നമ്മുടെ ചെയ്യുന്ന കർമ്മങ്ങൾ. അതുപോലെയാണ് നമ്മൾ നിരന്തര ഈശ്വര ഭജന ചെയ്യണവർക്ക് അവസാന കാലം കട്ടിലിൽ കിടന്നാലോ എവിടെ ഇരുന്നാലോ ഒന്നും പ്രശ്നമല്ല. മനസ്സ് എവിടെ നിൽക്കും? ഈശ്വരനിൽ തന്നെ നിൽക്കും.
ആ മന്ത്രങ്ങൾ നമ്മൾ ജപിച്ചില്ലെങ്കിൽ, അത് മറന്നുപോയെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അത് ജപിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ? നമുക്ക് കേൾക്കാൻ പറ്റും അതിന്റെ അനാഹത നാദം എന്ന് പറയുന്നത്. ചിലപ്പോ ഉറക്കത്തിൽ പോലും നമ്മൾ ഞെട്ടി ഉണരുമ്പോ ആ ഒരു മന്ത്രധ്വനി നമ്മുടെ ഉള്ളിൽ കേൾക്കാം. എന്താ കാര്യം? നമ്മൾ അതിനെ നിരന്തരമായിട്ട് 24/7 രാവിലെ മുതൽ രാത്രി വരെ എപ്പോഴും ആ സ്മരണ, ആ ചിന്ത നമ്മുടെ മനസ്സ് എവിടെ ഉറപ്പിക്കുന്നോ മനസ്സ് അതായിട്ട് തീരും. മനസ്സൊരു മാഗ്നറ്റിക് ഫീൽഡാ. മനസ്സ് ജഡമല്ല. ജഡത്തിനെ എന്താ പറയാ, മനസ്സെന്ന് പറയണ ഒന്നും ഇല്ല. ഉണ്ടാകുന്നത് തന്നെ ഒരു പ്രത്യേക എനർജിയിൽ നിന്നാണ്. അല്ലെ? എപ്പോ ശരീരം പോകുന്നു മനസ്സ് ശരീരത്തെ അവലംബിച്ച നിൽക്കുക. അപ്പൊ എപ്പം ശരീരം പോകുന്നു മനസ്സും പോകും. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ ശരീരം ഉള്ളപ്പോ അത്രയും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ഈശ്വരനാമം എന്താ? ഒന്നും വേണ്ട. ഓം ഹ്രീം എന്ന് ജപിച്ചാൽ പോലും അത് മഹാമന്ത്രങ്ങളാണ്, ഇല്ലേ? മന്ത്രാക്ഷര ബീജങ്ങളാണത്. അതൊരു വലിയ വൃക്ഷത്തെ ഉള്ളിലുണ്ട് അതിന്റെ. ഒന്നും സംസാരിക്കാൻ പറ്റാതെ വെള്ളം ഇരിക്കുന്ന സമയത്ത് പോലും മന്ത്രം എന്ന് പറയുന്ന ഈ 2 അക്ഷരങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ അത് മതി. അതായിരിക്കും ആത്മാവിനെ എക്സിറ്റ് ചെയ്യാൻ ഈ ശരീരത്തിലെ നവദ്വാരങ്ങളിൽ എവിടെയെങ്കിലും കൂടെ അതിന്റെ കൈപിടിച്ച് കാരണം നാദമാണ് ഈ പറയുന്ന കാണപ്പെടുന്ന നാമരൂപങ്ങളെല്ലാം, അല്ലെ? നാദം വന്നതിന് ശേഷമാണ് രൂപം വരുന്നത്. അപ്പൊ തിരിച്ചെങ്ങനെയാ ലയനം? രൂപത്തിൽ നിന്ന് ശബ്ദത്തിലൂടെ ശബ്ദമില്ലായ്മയിലേക്ക് പോകലാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്താ? ആദ്യം ശബ്ദം കേട്ടു, പിന്നെ നാമരൂപങ്ങൾ വന്നു. ഇപ്പോഴോ നാമരൂപങ്ങളിൽ ഇരിക്കണു. ഇനി ഇതിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? ശബ്ദത്തിലൂടെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അവിടെ ശരീരം എന്ന് പറയുന്ന ആ കാണപ്പെടുന്ന വസ്തുവിനെ ഉപേക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ ഈ ശബ്ദത്തിലൂടെ പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ശബ്ദ തരംഗം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ശബ്ദ തരംഗത്തിലൂടെ നമ്മുടെ ആത്മാവ് ഒരു എന്താ പറയാ, ഒരു സുഗന്ധമുള്ള പുഷ്പം പോലെ, അല്ലെ? ആത്മാവ് എന്ന് പറയുന്നത് എല്ലാ സുഗന്ധങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ആ ഒരു ജീവൻ എന്ന് പറയുന്നത്. അതിലൂടെ ആ മന്ത്രധ്വനിയിലൂടെ നമ്മൾ അറിയാതെ ഈ പുരിയഷ്ടക ജീവൻ അതിലൂടെ എക്സിറ്റ് ചെയ്യും. നമ്മുടെ കണ്ണിലൂടെയോ ചെവിയിലൂടെയോ നാക്കിലൂടെയോ ഒക്കെ തന്നെ അത് ഒന്നുമില്ലെങ്കിൽ ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ അത് ഉയർന്ന തലത്തിലേക്ക് പോകും. ഇതാണ് നിത്യാനുഷ്ഠാനത്തിന്റെ ഫലം. ഇപ്പൊ ഏത് ഈശ്വരാരാധനയും എന്തിലും പല പല ആരാധനകൾ സ്വീകരിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. രാവിലെ വിഷ്ണുവിന് പൂജ, ഉച്ചയ്ക്ക് ശിവന് പൂജ, വൈകിട്ട് ദേവിക്ക് പൂജ. നമ്മൾ എത്രത്തോളം നാമരൂപങ്ങളിൽ കുരുങ്ങി നിൽക്കുന്നോ അത്രത്തോളം നമ്മൾ പ്രായമായി വരുന്തോറും അത് ബുദ്ധിമുട്ടായിട്ട് തീരും. ഏകമായിരിക്കുന്ന ദേവിയെങ്കിൽ ദേവി മാത്രം, അമ്മ മാത്രം മതി. എന്തിനാ? ഒരു അമ്മ ഉള്ളപ്പോ വേറെ ആരുണ്ടായിട്ട് എന്താ പ്രയോജനം നമുക്ക്? ഇനി ഏറെ ആരെ ഉപാസിക്കുന്നവര് അവരാണ് വിഡ്ഢികള്. കാരണം അവർക്ക് തിരിച്ച് അമ്മയുടെ അടുത്ത് വന്നെങ്കിലേ തിരിച്ച് അവിടെയോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അമ്മയെ ഉപാസന എന്ന് പറഞ്ഞ ദേവീ ഉപാസന ഏറ്റവും ഉയർന്നാണ്. അത് നിത്യമായിട്ട് എന്നും എപ്പോഴും, അല്ലെ? അജയധാരയ. ഒരു വെള്ളമാണെങ്കിൽ പോലും നമുക്ക് ബ്രേക്ക് വരുമില്ല. അതേസമയം എണ്ണയാണെങ്കിലോ നെയ്യാണെങ്കിലോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ അനസ്യൂതം. എന്തുകൊണ്ടാ ജലധാര കുടം ശിവലിംഗത്തിന് മേളി വെച്ചിരിക്കുന്നത്? തുള്ളി തുള്ളി തുള്ളിയായിട്ട് അനസ്യൂതം ജലപ്രവാഹം. കാരണം ആ ഒരു ശിവന്റെ ശിരസിനെ നനച്ചുകൊണ്ടിരിക്കണം, അല്ലെ? അതുപോലെ ആ മന്ത്രജപം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവന്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവലിംഗത്തില് നമ്മുടെ മന്ത്രജപം, അല്ലെ? നിദ്രാ സമാധിസ്ഥിതി എന്നാ പറയണത്. ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണ ശരീരം ഗൃഹം. നമ്മുടെ ഈ ശരീരമാകുന്ന ഗൃഹത്തില് ആ ഒരു ശിവലിംഗങ്ങളുണ്ട്. 4 ശിവലിംഗങ്ങളുണ്ട്, ഇല്ലേ? മൂലാധാരം, അനാഹതം, ആജ്ഞ, ശിരസ്. അവിടുത്തെ ശിവലിംഗം അർദ്ധനാരീശ്വര ലിംഗമാണെന്ന് മാത്രം. കാരണം രൂപമില്ലാത്ത ശിവലിംഗമാണ് അവിടെ. അപ്പൊ ബാണലിംഗമുണ്ട്, സ്വയംഭൂ ലിംഗമുണ്ട്, എത്ര ശിവലിംഗ നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ ഹൃദയത്തിലിരിക്കുന്ന ശിവലിംഗത്തിലാണ് നിത്യാഭിഷേകം നമ്മൾ കൊടുക്കുക. ആ നിത്യാഭിഷേകം എന്താ? നമ്മുടെ ചിന്തകള്, ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ, അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് അവിടുത്തെ ജലാഭിഷേകം. അപ്പൊ അങ്ങനെ ആ ഒരു ആരാധയാമി മണി സന്നിഭമാത്മലിംഗം മായാപുരി ഹൃദയ പങ്കജ സന്നിവിഷ്ടം ശ്രദ്ധാനദീം വിമല ചിത്ത ജലാഭിഷേകം ആ സമാധി കുസ്മർ പുനർഭാവയെ. അതില് നമ്മുടെ നിത്യമായിരിക്കണം നമ്മുടെ ചിന്തകള്. അതാണ് അതിലെ ജലാഭിഷേകം. ആ ഒരു സമാധി, ആധി. നമ്മുടെ ബുദ്ധി എപ്പോഴാണോ അതിൽ മാത്രം ഉറയ്ക്കുന്നത്. എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ഭഗവാനും ദേവിയും ഒന്നാണ്, അവര് വേറെ അല്ല. ആ ഒരു ഭാവത്തിൽ ഉറച്ചു കഴിയുമ്പോ പുനർനഭാവയെ, അവർക്ക് പുനർജന്മമില്ല. അപ്പൊ ഇത് എന്താ? നമ്മുടെ ആ നിത്യമായിരിക്കുന്ന കോൺസെൻട്രേഷൻ വേണം. അത് ഒന്നിൽ തന്നെ ആയിരിക്കണം. പലതില് കുഴിക്കരുത്, പലതില് നമ്മൾ പോകരുതെന്ന് പറയുകയാണ്. അപ്പൊ ഇപ്പൊ ഇദ്ദേഹം എന്താ പറയണത്? വയസ്സായി, അല്ലേ? ഒരു വിലാപമായിട്ട് പറയണു, അമ്മ വേറെ ആരെയും ഞാൻ പൂജിച്ചില്ല, ഓക്കെ, പക്ഷെ എന്താ, അമ്മയെ ഞാൻ പൂജിച്ചില്ല. അമ്മയെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ മനസ്സിലുണ്ടെന്നുള്ള ഒരു ഒറ്റ കാര്യം അമ്മ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് വേണം? എന്നെ കൈവിടരുതേ. വളരെ ദയനീയമായിട്ട് പറയുകയാണ്. ഒന്നും കൊടുക്കാത്ത മറ്റു ദേവന്മാരാരും ഇനി എന്നെ അങ്ങോട്ട് കേറ്റില്ല.
വിഷ്ണു ലോകം ഉണ്ടെന്ന് പറയണു, ഇന്ദ്രലോകം ഉണ്ടെന്ന് പറയണു, ഇല്ലേ? പലതും ഉണ്ടെന്ന് പറയണു. എനിക്കതൊന്നും അറിയത്തില്ല. അത് മാത്രമല്ല, അവർക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. കാരണം എന്താ? അവരെ ഞാൻ പൂജിച്ചില്ല. അത് തന്നെ. ദേഷ്യം ഉണ്ടെന്ന് ഇദ്ദേഹം പറയുകയാണ്. കാരണം വേറെ ആരും ഇനിയിപ്പോ ആശ്രയിക്കാൻ പറ്റില്ല. പുതിയതൊന്നും പഠിച്ചെടുക്കാനും പറ്റില്ല. അപ്പൊ പഠിച്ചത് തന്നെ എന്താ പറയാ, അമ്മ മാത്രമേ ഉള്ളൂ, കാരുണ്യമൂർത്തിയല്ലേ അമ്മേ, അമ്മ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് ദേവിയെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കുന്ന ശ്ലോകമാണിത്. അപ്പൊ ഇനി 6ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. 6ാമത്തെ ശ്ലോകം. ശ്വപാകോ ജൽപാകോ ഭവതി മധുപാകോ ഉപമ ഗിര നിരാതങ്കോ രംഗോ വിഹരതി ചിരം കോടി കനകൈഹി തവാപർണ കർണേ വിശതി മനുവർണേ ഫലമിതം ജനകോ ജാനീതേ ജനനി ജപനീയം ജപവിധൗ. ശ്വപാകോ ജൽപാകോ ഭവതി മധുപാകോ ഉപമ ഗിര നിരാതങ്കോ രംഗോ വിഹരതി ചിരം കോടി കനകൈഹി തവാപർണേ കർണേ വിശതി മനുവർണേ ഫലമിതം ജനകോ ജാനീതേ ജനനി ജപനീയം ജപവിധൗ. അല്ലയോ ദേവി, ഹേ ദേവി, അവിടുത്തെ മന്ത്രാക്ഷരങ്ങള് എന്റെ കർണങ്ങളിൽ പ്രവേശിക്കുന്ന മാത്രയിൽ തന്നെ സ്വപാകനായിരിക്കുന്ന ഒരു ചണ്ടാളൻ പോലും മധുപാകമായ മധുരാക്ഷരങ്ങൾ പൊഴിക്കുന്ന ഒരു വാഗ്മിയായിട്ട് ഭവിക്കുന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദരിദ്രനായവൻ സമ്പൽ സമൃദ്ധിയിൽ വിഹരിക്കുന്നു. അമ്മേ, ജപകാലത്ത് ജപിക്കേണ്ടത് എന്തെന്ന് ആരറിയുന്നു? എനിക്ക് അറിയില്ലായിരുന്നു. ആരറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ജപിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതൊന്നും എനിക്ക് അറിയാതെ പോയല്ലോ അമ്മയെന്ന് അവിടെയും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ആ ഒരു വിഷമസ്ഥിതി തന്നെയാ പറയുന്നത്, ഇല്ലേ? അപ്പോ എന്താണ് ഇവിടെ? അമ്മയുടെ മന്ത്രാക്ഷരങ്ങള്, അല്ലയോ ദേവി, അവിടുത്തെ മന്ത്രാക്ഷരങ്ങൾ കർണത്തിൽ ഒന്ന് വീണാ മതി. ആ ഒരു ശ്വപാകൻ എന്ന് പറഞ്ഞാൽ പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവൻ, ശ്വാനനെ കഴിക്കുന്നവൻ, ശ്വാവിനെ. അപ്പോ ആ ഒരു ചണ്ടാലൻ എന്നർത്ഥം, ഒരു നായയെ കഴിക്കുന്ന ആള് ചണ്ടാളൻ. അപ്പോ ആ ഒരു ചണ്ടാളൻ പോലും മധുപാകമായ മധുരാക്ഷരങ്ങൾ പൊഴിക്കുന്ന വാഗ്മിയായിട്ട് മാറുന്നു. അവന്റെ വായിൽ നിന്ന് ഇങ്ങനെ അക്ഷരങ്ങൾ കൊട്ടുകയാണ്, അല്ലേ? ആ അമ്മയെ ഉപാസിച്ച് അമ്മയുടെ ഒരു മന്ത്രാക്ഷരം വെറുതെ ഐമെന്നോ ക്ലീമെന്നോ ഒന്ന് കേട്ടാ മതി. ഈ ഒരു ചണ്ടാലൻ, പട്ടിയെ ഭക്ഷിക്കുന്ന ചണ്ടാലന്റെ വായിൽ നിന്ന്, പണ്ടൊക്കെ എന്താ നമുക്ക് ഈ ജാതി വ്യവസ്ഥിതിയിൽ ചണ്ടാളന്മാരെന്ന് പറഞ്ഞാല് ശ്മശാനത്തില് ശവങ്ങളെ എന്താ പറയാ ദഹിപ്പിക്കാനാണ് അവർ നിന്നിരുന്നത്. ഓടകൾ വൃത്തിയാക്കുക, റോഡ് വൃത്തിയാക്കുക. അവർക്ക് അങ്ങനെ ഒരു എന്താ പറയാ സ്ഥാനമാണ് കൊടുത്തത്. ഏറ്റവും മോശം താഴേക്കിടയിലെ ചണ്ടാളന്മാരെന്ന് പറയുന്നത്. അവര് എന്താ പറയാ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും. പ്രധാനം അവര് പട്ടിയൊക്കെ പാകം ചെയ്ത് കഴിക്കും, അല്ലെ? 4 പട്ടികളുമായിട്ടാണ് വന്നത് കാശിയില്. സാക്ഷാൽ ശങ്കരാചാര്യരുടെ മുമ്പില് ഭഗവാൻ പരമശിവൻ, അല്ലെ? 4 വേദങ്ങളാകുന്ന 4 നായകളുമായിട്ടാണ് വന്നത്. അദ്ദേഹം ചോദിച്ചു, ആരാ മാറേണ്ടത്? നമുക്ക് ആ കഥ അറിയാം, അല്ലെ? ഈ ശരീരമാണ് മാറേണ്ടതെങ്കിൽ ശരീരം, നിങ്ങളുടെ എന്റെ ശരീരം ഒന്നാണ്. ഈ മനസ്സാണ് മാറേണ്ടതെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം എവിടെ മാറാനാണെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അതേ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, അമ്മയുടെ ഒരു മന്ത്രാക്ഷരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കേട്ടിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ ആരും ജപിച്ചിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടില്ല, സത്സംഗങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അക്ഷരം പോലും എൻ്റെ ചെവിയിൽ വീണിട്ടില്ല. അങ്ങനെ വീണിരുന്നെങ്കിൽ എന്തായേനെ? ആ ഒരു എന്താ പറയാ, ഞാൻ എന്ത് മോശം പ്രവൃത്തികൾ ചെയ്താലും എൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെയുള്ള ചണ്ടാളന്മാർക്ക് പോലും ഈ പറയുന്ന അമ്മയുടെ ഒരു മന്ത്രാക്ഷരം കൊണ്ട് ആ വളരെ മധുരമായിരിക്കുന്ന മധുപാകം എന്ന് പറഞ്ഞാൽ തേൻ പോലെ ഇനിക്കുന്ന മധുരാക്ഷരങ്ങള് ഒഴിക്കുന്ന വാഗ്മിയായിട്ട് മാറുന്നില്ലേ അമ്മേ? ഇപ്പൊ ദരിദ്രനായവൻ സമ്പൽ സമൃദ്ധിയിൽ വിഹരിക്കുന്നു. അപ്പൊ അമ്മേ, ജപകാലത്ത് ജപിക്കേണ്ടത് എന്താണെന്ന് ആരറിയുന്നു? എനിക്കറിയില്ലായിരുന്നു.